രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി വിരിപൂർണ്ണലോചനം മാരുതിം നമതരക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 70-ാം സർഗമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരോ രാക്ഷസന്മാരായിട്ട് അവിടെ വന്ന് യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരകാന്തകൻ എന്നുള്ള രാക്ഷസൻ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ദേവാന്തകൻ, രാവണൻ്റെ മകനായ ത്രിശിരസ്, മഹോദരൻ എന്നീ രാക്ഷസവീരന്മാർ വളരെ ദുഃഖിതരായി തീർന്നു. വേഗവാനായ മഹോദരൻ ആകാശത്തിന് കർമ്മേഘത്തിനെ പോലെയുള്ള ഒരു ആനയുടെ മുകളിലേറി ആ പാലിപുത്രനായ അംഗദൻ്റെ നേരെ ചെന്നു എന്ന് പറയുന്നത്. സോദരതാപതപ്തനായ കരുത്തനായ ദേവാന്തകൻ ഒരു പരിഘവും എടുത്തുകൊണ്ടും ആ അംഗദനെ നേരിട്ടു. ഉത്തമങ്ങളായ കുതിരകളെ പൂട്ടിയ സൂര്യസങ്കാശമായ തേരിൽ കയറിക്കൊണ്ട് ത്രിശിരസ്സും അംഗദനോട് ഏറ്റുമുട്ടാൻ ചെന്നു എന്ന് പറയണം. ഇങ്ങനെ ആ 3 രാക്ഷസൻ വീരന്മാരും ഒന്നിച്ചാണ് അംഗദനോട് ഏറ്റുമുട്ടാൻ ചെന്നത്. അംഗദനപ്പോൾ വലിയ കൊമ്പുള്ള ഒരു മരം പറിച്ചെടുത്ത് അതുകൊണ്ട് ദേവാന്തകൻ്റെ നേർക്കെറിഞ്ഞു. ത്രിശിരസ് പാമ്പിനെ പോലെ ഉള്ള ശരങ്ങളയച്ച് അതിനെ മുറിച്ചു. മരം മുറിക്കപ്പെട്ടപ്പോൾ അംഗദൻ ഒന്ന് മേലോട്ട് ചാടി. എന്നിട്ട് ആ വനരവീരൻ കല്ലുകളും മരങ്ങളുമെല്ലാം വർഷിക്കാൻ തുടങ്ങി. വളരെ കുപിതനായിട്ട് ത്രിശിരസ് വീണ്ടും അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി എന്ന് പറയണം. മഹോദയനാകട്ടെ തൻ്റെ പരിചയുടെ അറ്റം കൊണ്ട് ആ മരങ്ങളെ ഒടിക്കാൻ ശ്രമിച്ചു. ത്രിശിരസും അമ്പുകളുമായി അംഗദവീരനോട് എതിർത്തു. മഹോദരൻ ആനപ്പുറത്ത് കയറി ബാലിപുത്രൻ്റെ അടുത്തെത്തി. ക്രോധത്തോടെ വജ്രസന്നിഭമായൊരു ചാട്ടുകുന്തം ബാലിപുത്രൻ്റെ നെഞ്ചത്തേക്ക് പ്രയോഗിച്ചു. പക്ഷേ വേഗവാനായ ദേവാന്തകനും കോപമോടെ ഓടിയെടുത്ത് പരിഘം കൊണ്ട് അംഗദനെ അടിച്ചിട്ട് ഉടനെ പിന്മാറി. 3 ഈ രാക്ഷസന്മാരും ഒന്നിച്ചെതിർത്തിട്ടും അതിതേജസ്വിയും പ്രതാപിയുമായ അംഗദൻ ഒന്നും വകവച്ചില്ല. ഉജ്ജയനും വേഗവാനുമായ അവൻ ഉക്കോടെ പഞ്ഞെടുത്ത് കൈത്തലം കൊണ്ട് അവൻ്റെ പെരുത്ത ആനയെ ഒന്ന് തച്ചു. പോരിൽ ആ തല്ലേറ്റ് കരിവീരൻ്റെ കണ്ണുകൾ കൊഴിഞ്ഞു വീണു. ആന ചെരിഞ്ഞു. മഹാബലനായ ബാലിപുത്രൻ ആനയുടെ കൊമ്പ് പറിച്ചെടുത്ത് പോരിൽ ദേവാന്തകൻ്റെ നേർക്കെടുത്തു. അവനെ അതുകൊണ്ട് തല്ലി. തേജസ്വിയായ അവൻ കാറ്റുലച്ച മരം പോലെ മെയ്യാകെ കുഴഞ്ഞ് കടും ചോര വമിച്ചുകൊണ്ട് അവിടെ വീണു. ഒരു മട്ട് ആശ്വസിച്ച് തേജസ്വിയും ബലവാനുമായ ദേവാന്തകൻ വേഗം പരിഘം ചുഴറ്റി അംഗദനെ അടിച്ചു. പരിഘം കൊണ്ടുള്ള തല്ലുകൊണ്ടിട്ട് ആ അംഗദൻ നിലത്ത് മുട്ടുകുത്തി. എന്നിട്ടും അവൻ അവിടെ നിന്നും മുകളിലോട്ട് എടുത്ത് ചാടി എന്ന് പറയുന്നത്. അവനെ മുകളിലോട്ട് എടുത്തു ചാടുന്ന അവൻ്റെ നെറ്റിയിലേക്ക് ത്രിശിരസ് 3 അമ്പുകൾ അയച്ചു. 3 രാക്ഷസവീരന്മാർ അംഗദനെ ചൂഴ്ന്നു നിന്ന് യുദ്ധം ചെയ്യുകയാണ് എന്നറിഞ്ഞപ്പോൾ ഹനുമാനും നീലനും അവിടേക്ക് പുറപ്പെട്ടു. നീലൻ ഒരു കൊടുമുടി എടുത്ത് ത്രിശിരസിൻ്റെ നേർക്കെറിഞ്ഞു. മതിമാനായ ആ ത്രിശിരസ് വലിയ ശരങ്ങളെ കൊണ്ട് അത് തകർത്തു. 100 അമ്പുകൾ കൊണ്ട് തകർക്കപ്പെട്ടതും പാറകൾ പിളർന്നതും തീ ആളുന്നതും പൊരി പാറുന്നതുമായ ഒരു കൊടുമുടി അങ്ങനെ നിലംപതിച്ചു. അവൻ്റെ വമ്പ് കണ്ട് ഇമ്പമാണ്ട ആ ദേവാന്തകൻ ഒരു പരിഘവുമെടുത്ത് ഹനുമാനോടാണ് ഏറ്റുമുട്ടിയത്. പഞ്ഞെടുക്കുന്ന അവൻ്റെ തലയ്ക്ക് ഹനുമാൻ മേലോട്ട് ചാടി വജ്രസദൃശമായ തൻ്റെ മുട്ടുകൊണ്ട് ഇടിച്ചു എന്ന് പറയുന്നത്. കരുത്തനായ ആ വനരവീരൻ മാരുതി തലയ്ക്ക് ഇടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം അലറുകയും ചെയ്യുന്നുണ്ട്. ആ ശബ്ദം കൊണ്ട് തന്നെ ആളുകൾ പേടിയേറ്റ് വീഴുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മുഷ്ടി കൊണ്ടുള്ള ഇടിയേറ്റ് തല തകർന്ന് പല്ല് കൊഴിഞ്ഞ് കണ്ണു തുറിച്ച് നാക്ക് തൂങ്ങി രാവണപുത്രനായ ദേവാന്തകൻ മരിച്ചുപോയി എന്ന് പറയും. പോരാളികളിൽ മുമ്പനും അതിബലവാനും ദേവശത്രുവുമായ അവൻ കൊല്ലപ്പെട്ടപ്പോൾ കോപമേറി ആ ത്രിശിരസ് നീലൻ്റെ മാറിലേക്ക് 3 അമ്പുകൾ അയച്ചു. മഹോദരൻ കലികൊണ്ട് മന്ദരം പർവ്വതം പോലെയുള്ള മറ്റൊരാനപ്പുറത്ത് കയറി വന്നു. എന്നിട്ട് നീലൻ്റെ മേൽ അയാളും അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി എന്നാണ്. ആ കപിസേനാ നായകൻ നീലൻ ആ കരുത്തൻ്റെ ശരവേഷമേറ്റിട്ട് അംഗങ്ങളെല്ലാം വിണ്ടു കീറി മരവിച്ചതുപോലെ. പിന്നെ വെളിവ് വീണ നീലൻ മരങ്ങൾ നിറഞ്ഞ മലയെടുത്ത് കുതിച്ചു ചാടി വലിയ ഊക്കോടെ മഹോദരൻ്റെ തലയ്ക്ക് അതുകൊണ്ടടിച്ചു. മല കൊണ്ടുള്ള അടിയേറ്റ് തകർന്ന് മഹോദരൻ പെരുത്ത ആനയോടൊപ്പം മരിച്ച് വീണു. പിതൃവ്യനും കൊലപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ത്രിശിരസ് വില്ലും എടുത്തുകൊണ്ട് ഹനുമാനെ നേരിടാനായിട്ട് ചെന്നു എന്ന് പറയുന്നു. ഹനുമാൻ ഒരു കൊമ്പ് ഒരു മലയുടെ ശിഖരം കൊടുമുടി പറിച്ചെടുത്തിട്ട് ആ ത്രിശിരസിനെ നേരിട്ടു. ത്രിശിരസിനെ തൻ്റെ കുരമ്പുകൾ കൊണ്ട് പല തായ്ക്ക് മുറിച്ചു. ഇങ്ങനെ ആ കൊടുമുടി വ്യർത്ഥമായത് കണ്ടപ്പോൾ
ആ വാനരൻ രാവണപുത്രൻ്റെ നേർക്ക് വൃക്ഷങ്ങളെടുത്ത് എറിയാൻ തുടങ്ങി. പാഞ്ഞു വരുന്ന മരമാരിയെ വാനിൽ വെച്ച് തന്നെ പ്രതാപിയായി തൃശിരസ് കുർത്ത കണകൾ കൊണ്ട് നുറുക്കി. എന്നിട്ടലറി. ഹനുമാനാകട്ടെ ചാടി തൃശിരസിൻ്റെ കുതിരകളെയും അതുപോലെ കുതിരകളെ തല്ലി, അതുപോലെ അദ്ദേഹത്തിൻ്റെ മാറിടം കീറി പിളർന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അന്തകൻ കാളരാത്രിയെ എന്ന പോലെ രാവണപുത്രൻ തൃശിരസ് ഒരു വേലെടുത്ത് മാരുതിയുടെ നേർക്കെറിഞ്ഞു. മാനത്ത് നിന്നെറിഞ്ഞ് കൊള്ളിമീൻ പോലെ വരുന്ന ആ വേൽ വന്ന് തറയ്ക്ക് മുമ്പേ വനരവീരൻ പിടിച്ചെടുത്ത് ഒടിച്ച് കളഞ്ഞു. ഹനുമാൻ്റെ ആ ഘോരമായ പ്രവൃത്തി കണ്ടിട്ട്, തനിക്ക് നേരെ വന്ന വേല് പിടിച്ച് ഒടിച്ചു കളയുന്ന ആ പ്രവൃത്തി കണ്ടിട്ട് എല്ലാവരും വനരന്മാർക്കൊക്കെ സന്തോഷമുണ്ടായി. ആ തൃശിരസ് ഒരു വാളെടുത്ത് ഹനുമാൻ്റെ നെഞ്ചിലേക്ക് വെട്ടി എന്ന് പറയുന്നത്. വെട്ടേറ്റപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ കൈകൊണ്ട് ആ തൃശിരസിൻ്റെ നെഞ്ചത്തൊരടി കൊടുത്തു. ആ അടിയോടുകൂടി അതിതേജസ്വിയായ തൃശിരസ് ബോധം കെട്ടു വീണു. അവൻ്റെ വാള് തട്ടിപ്പറിച്ച് മലയ്ക്കൊത്ത മഹാമർക്കടൻ രാക്ഷസന്മാരെയൊക്കെ നടുക്കും പോലെ ഒന്നുകൂടി അലറി. ആ അലർച്ച പൊറുക്കാതെ വീണ്ടും തൃശിരസ് ചാടി എഴുന്നേറ്റ് ഹനുമാനെ മുഷ്ടി കൊണ്ടിടിച്ചു. ഇടികൊണ്ടപ്പോൾ ഹനുമാന് കോപം കൂടുകയാണ് ചെയ്തത്. അവൻ ആ രാക്ഷസൻ്റെ കിരീടത്തിൽ പിടികൂടി കിരീടങ്ങളോടും കുണ്ടലങ്ങളോടും കൂട്ടി അവൻ്റെ ശിരസ്സുകളെ തൻ്റെ വാളുകൊണ്ട് വെട്ടി കളഞ്ഞു എന്ന് പറയുകയാണ്. ഇങ്ങനെ എഴുതിയിനൊത്ത നീണ്ട കണ്ണുകളുള്ള മലയ്ക്കൊത്ത ആ ദേവശത്രുവായ അവൻ്റെ തലകൾ വീഴുന്ന കാഴ്ച കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയുന്നു. ഇങ്ങനെ ദേവാന്തകനായ തൃശിരസ് ഹനുമാനാൽ കൊല്ലപ്പെട്ടപ്പോൾ വനരന്മാരെല്ലാവരും അർത്തു വിളിച്ചു. ഭൂമി കുലുങ്ങി. രാക്ഷസന്മാർ നാലുപാടും ഓടി. തൃശിരസ്സും മഹോദരനും ദേവാന്തകനും നരാന്തകനുമെല്ലാം കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ മഹാഭാശ്വൻ എന്ന് പറയുന്ന രാക്ഷസൻ അവിടെ നിന്ന് കോപത്തോടുകൂടി തൻ്റെ ഇരുമ്പിൽ തീർത്ത ചട്ടയും ഗതയുമൊക്കെ എടുത്ത് അവിടെ നിന്ന് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഐരാവതം, മഹാപത്മം, സാർവഭൗമം എന്നീ തുടങ്ങിയ ദിഗ്ഗജങ്ങൾക്ക് പോലും ഭയമുണ്ടാക്കുന്നവനായ അദ്ദേഹം മഹാഭാശ്വൻ ആ ഗതയുമെടുത്ത് പ്രളയകാലത്തെ അഗ്നിയെപ്പോലെ വനരന്മാരോട് ഏറ്റുമുട്ടാനാണ് വന്നത്. രാവണൻ്റെ സഹോദരനാണ് മഹാഭാശ്വൻ. ഇങ്ങനെ അവൻ ആ സേനാമുഖത്ത് വന്നു ചെന്നപ്പോൾ വനരശ്രേഷ്ഠനായ ഋഷഭൻ എന്ന് പറയുന്നവനാണ് അവൻ്റെ മുന്നിൽ ചെന്നത്. മല പോലെയുള്ളവനാണ് ഋഷഭൻ എന്ന് പറയുന്ന വനരൻ. അവൻ്റെ നെഞ്ചിൽ ആ ഗത കൊണ്ടൊന്ന് അടിച്ചു. പക്ഷെ അവൻ ആ ഗത കൊണ്ടുള്ള അടി മാറുകൊണ്ട് തടുത്ത് അവിടെ വീണു എന്ന് പറയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ആ ഋഷഭൻ കോപം കൊണ്ട് ചുണ്ടുകടിച്ച് മഹാഭാശ്വനെ നോക്കി. മലയ്ക്കൊത്തവനും വേഗമേറിയവനുമായ ആ ഋഷഭൻ എന്ന് പറയുന്ന വനരൻ തൻ്റെ മുഷ്ടി ചുരുട്ടി മഹാഭാശ്വൻ്റെ നെഞ്ചത്തിടിച്ചു. മൂടുപോയ മരം പോലെ അവൻ ഉടനെ ചോരയിൽ കുളിച്ച് നിലം പതിച്ചു. അവൻ്റെ കാലുദണ്ഡം പോലെയുള്ള ആ ഗത തട്ടിയെടുത്ത് ആ വാനരൻ, ഋഷഭൻ എന്ന് പറയുന്ന വാനരൻ അർത്തു വിളിച്ചു. കുറച്ചു നേരം ആ മഹാഭാശ്വൻ മരണം പ്രാപിച്ചവനെ പോലെ കിടന്നു. എങ്കിലും പിന്നീട് ചാടി എഴുന്നേറ്റ് അവൻ ഋഷഭനെ അടിച്ചു. അതുകൊണ്ട് അദ്ദേഹവും നിലം പൊത്തി വീണു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ശക്തി തിരിച്ചു കിട്ടിയ അദ്ദേഹം ഗത കൊണ്ട് രാക്ഷസനെ അടിച്ചു എന്ന് പറയാണ്. ആ ഘോരമായ ഗത ആ മഹാഭാശ്വൻ്റെ നെഞ്ചത്ത് കൊണ്ടപ്പോൾ അദ്ദേഹം എല്ലാവരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന വളരെ ശക്തമായ ഒരു ആയുധമായിരുന്നു അത്. പക്ഷേ ആ ആയുധം കൊണ്ട് തന്നെ അദ്ദേഹവും കൊല്ലപ്പെട്ടു. ഇങ്ങനെ ധാരാളം രാക്ഷസന്മാർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും